2000-ൽ പുറത്തിറങ്ങിയ മമ്മൂക്കയുടെ ഏറ്റവും വലിയൊരു ഹിറ്റായി മാറിയ വല്യേട്ടൻ റീ റിലീസ് ചെയ്തിരിക്കുകയാണ്. 4K ഡോൾബി അറ്റ്മോസ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സിനിമ കാണാത്ത മലയാളികളൊന്നും ഇല്ലായിരിക്കും എന്നാണ് എനിക്ക് 100% ഉറപ്പാണ്. കാരണം കൈരളി എന്ന് പറയുന്ന ചാനലിൽ ഏതാണ്ട് 1000-ന് മുകളിൽ തവണ സംപ്രേഷണം ചെയ്ത ഒരു സിനിമയാണ് വല്യേട്ടൻ എന്ന് പറയുന്നത്. ഇപ്പം ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വല്യേട്ടൻ ഓടിച്ചിരിക്കും. അങ്ങനെ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമ തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. സിനിമ ഞാൻ കണ്ടു. പാലക്കാട് ന്യൂ ആരോമ തിയേറ്ററിൽ നിന്നാണ് ഞാൻ ചിത്രം കണ്ടത്. കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനുമോഷായ്. വല്യേട്ടൻ, ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വല്യേട്ടനിൽ ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് ടെക്നീഷ്യൻസ്, ആരാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷാജി കൈലാസ് രഞ്ജിത്തിൻ്റെ കൂട്ടുകെട്ടിലുണ്ടായ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസിൽ എടുത്തു വെക്കാൻ പറ്റിയൊരു സിനിമയാണ്. മമ്മൂക്കയുടെ ഏറ്റവും വലിയൊരു മാസ് കഥാപാത്രമായിട്ടുള്ള അറക്കൽ മാധവൻകുട്ടിയുടെയും അവരുടെ അനിയന്മാരുടെയും കഥ പറയുന്ന സിനിമയായിരുന്നു വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമ. ശോഭന, മനോജ് കെ ജയൻ, സിദ്ദിഖ്, സുധീഷ്, ഭീമൻ രഘു, സായികുമാർ, അങ്ങനെ തുടങ്ങി ഒരുപാട് എൻ വർഗീസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്ന ഒരു ഗംഭീര ചിത്രമായിരുന്നു. കലാഭവൻ മണി, ഇവരൊക്കെ അണിനിരന്നൊരു ചിത്രമായിരുന്നു വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമ. ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് രവിവർമ്മനാണ്. ഞാനിപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്, അന്നൊന്നും അത് നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. രവിവർമ്മനാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് മോഹൻ സിത്താരയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാജാമണിയാണ്. പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അപ്പം ഇത്രയൊക്കെ ആണ് വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമ. എന്നാൽ പുതിയ വല്യേട്ടൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ 4K വിഷ്വലിലേക്ക് എത്തിച്ച് ഡോൾബി അറ്റ്മോസും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു വമ്പൻ ട്രീറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ നിങ്ങൾക്ക് കിട്ടുക. ഈ 2000-ൽ ഇറങ്ങിയ പടമാണ്. 24 വർഷമായപ്പോൾ ആ പടത്തിൻ്റെ ക്വാളിറ്റി, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇറങ്ങിയ ഒരു സിനിമയുടെ ക്വാളിറ്റിയിലാണ് അതിനെ പ്രൊഡക്റ്റ് നമുക്ക് കയ്യിലോട്ട് തരുന്നത്. ഒരു പുതിയ സിനിമ കാണുന്ന അനുഭവം, അല്ലെങ്കിൽ ഒരു പുതിയ സിനിമയാണ് കാണുന്നതെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ ചെയ്തു വെച്ചു എന്നുള്ളതാണ് അതിൻ്റെ റീമാസ്റ്ററിങ് കൊണ്ടുള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. റീ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും അതിൻ്റെ ഒരു പ്യൂരിറ്റി ഒന്നും എവിടെ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ അവർ ഒപ്പിച്ചെടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു ഹൗസ്ഫുൾ തിയേറ്ററിലൊക്കെയാണ് ഞാനിരുന്ന് കണ്ടത്. നല്ല ഫാൻസും കയ്യടിയും ബഹളവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അതിൻ്റെ ഒരു ഫ്ലോസ് ഒന്നും മൈൻഡേ ചെയ്തില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കയ്യടിച്ച് ചിരിച്ച് ഒരു രസത്തിലാണ് ശരിക്കും പറഞ്ഞ സിനിമ കണ്ടത്. നെഗറ്റീവ്സ് എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ പഴയ പ്രിൻറ്റിൻ്റെ പോരായ്മകൾ കൊണ്ടുള്ള ഒരു ക്വാളിറ്റി കുറവൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ വിഷ്വലിൽ ഒരു തെറ്റും പറയാനില്ല. ഗംഭീരമായിട്ട് അതിൻ്റെ ആ 4K സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് നെഗറ്റീവ് അടിച്ച് കുറച്ച് സ്റ്റണ്ട് സീൻസ് വരുമ്പം അതിന് യൂസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എല്ലാം പണ്ടത്തെ സിനിമയിൽ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അത് കുറച്ചൊന്ന് ഇതുണ്ടോ എന്ന് ഒരു സംശയം തോന്നുന്ന രീതിയിലോട്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് വെച്ചത്. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു കല്ലുകടിയായിട്ട് തോന്നി. ബാക്കി അല്ലാതെ തിയേറ്ററിൽ നല്ല ഹൗസ്ഫുൾ ഫാൻസുകാരൊക്കെ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം എൻജോയ് ചെയ്യാനുണ്ട്. ട്രെയിലർ വന്ന സമയത്ത് സൗണ്ടിന്, ഡയലോഗ്സിന്, മമ്മൂക്കയുടെ സൗണ്ട്, ബാക്കിയുള്ള സൗണ്ട്സിനൊക്കെ എന്തോ ഒരു ഒരു മോശം പോലെ തോന്നിയിരുന്നു. പക്ഷേ തിയേറ്ററിൽ അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് വർക്കൗട്ടും ആയിട്ടുണ്ട്. നിറനാഴിൽ പൊന്നിൽ എന്ന് പറയുന്ന പാട്ടൊക്കെ റീൽസിൽ കൊണ്ടാടി അറുമാദിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് ഇപ്പം. ഇപ്പോഴും അതിൻ്റെ ട്രെൻഡൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും ആ പാട്ട് നല്ല രീതിയിൽ ഓടുന്നുണ്ട്. അപ്പോൾ അത് വലിയ സ്ക്രീനിൽ ഡോൾബി സൗണ്ടോട് കൂടി കേൾക്കുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറയുന്നത് വേറൊരു ഫീൽ തന്നെയായിരുന്നു. സൂപ്പറായിരുന്നു. എന്തായാലും തിയേറ്ററിൽ ഈ സിനിമകൾ കണ്ടിട്ടില്ലാത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. കാരണം ഇത് പണ്ട് 2000-ൽ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആൾക്കാരൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഒരു വല്ലാത്തൊരു മലയാളത്തിൻ്റെ പൗരുഷത്തിൻ്റെ ലാസ്റ്റ് വേർഡാണ് മമ്മൂക്ക എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ്, അതിലൊരു സംശയമില്ല. ആ മമ്മൂക്കനെ ഉണ്ടാക്കിയെടുത്ത, ആ പൗരുഷമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു പടവും കൂടിയാണിത്. മന്നാടിയാർ മൈ എവർ ഫേവറേറ്റ് സിനിമയാണ്. നമ്മുടെ
ധ്രുവം എന്ന് പറയുന്ന സിനിമ. അത് കഴിഞ്ഞേ ഉള്ളൂ ഏത് പടവും മമ്മൂക്കയുടെ. അത് ഞാൻ ആരോട് വേണമെങ്കിലും ഞാൻ കിടന്ന് തർക്കിക്കും. ധ്രുവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ പൗരുഷത്തിൻ്റെ അടുത്ത വേർഡ് ഒരു 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 ആൺ പിറന്നവൻ എന്നൊക്കെ പറയുന്നൊരു സാധനം. എന്നാലും ഈ അറക്കൽ മാധവൻകുട്ടി സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുമുണ്ട്. അറക്കൽ മാധവൻകുട്ടി മോശമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മന്നാടിയാറാണ്. മന്നാടിയാറിൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. വല്ലപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ടി വി കണ്ട് മടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. നിങ്ങൾക്കൊരു പുതിയ സിനിമ കാണുന്നൊരു ഫീൽ ഉണ്ടാവും. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിച്ചു നോക്കുക. നമ്മുടെ ശോഭന, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ശോഭന മാം. കുഞ്ഞുനാൾ മുതലേ കണ്ട് ഒരു പ്രണയമാണ് ശരിക്കും പറഞ്ഞാൽ. അതിപ്പോഴും ഉണ്ട്. അതേപടി സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ളൊരു ഇഷ്ടമുണ്ടല്ലോ, അതൊക്കെ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. മമ്മൂക്കേനെയും ശോഭനയും സായികുമാറിൻ്റെ പഴയൊരു ലുക്കും, സിദ്ദിഖ്, സുധീഷ്, ഇപ്പോൾ ഇവരൊക്കെ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഇന്നസെൻറ്റ്, കലാഭവമണിയുടെ ഒരു അപ്പിയറൻസ്, ഒരു ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ, അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. എനിക്ക് തോന്നുന്നൊരു 10ഓളം ആൾക്കാർ ഇപ്പം ആ സിനിമ അഭിനയിച്ച ആൾക്കാരില്ല. അപ്പോൾ അവർക്കൊക്കെ ആദ്യം ഒരു താങ്ക്സും ഒരു മെമ്മറീസും ഒക്കെ വെച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.